ഞാൻ വേൾഡിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലൂ ആണ് അബിയുടെ കണ്ണിൽ ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത്. എത്ര ശ്രമിച്ചാലും അബിയുടെ കണ്ണുകളെ അബിക്കിന് തുറക്കാൻ പറ്റില്ല. ട്രൈ. സ്റ്റോപ്പ്. ഓക്കെ, ഞാനൊന്ന് ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ അബിക്ക് അബിയുടെ കണ്ണുകളെ തുറക്കാൻ പറ്റും. ട്രൈ. എന്താ ഫീൽ ചെയ്യുന്നതെന്ന് പറയാമോ? എന്താ ഫീൽ ചെയ്തത്? പറഞ്ഞോ. ഞാൻ തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഇവിടുന്ന് വിട്ടു പറയണില്ല. ഞാൻ തുറക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നണേ, പക്ഷെ ഹായ് സാർ, ഞാൻ സാറിന് 2 ക്ലാസ് കണ്ടായിരുന്നു. ക്ലാസ്സൊക്കെ ഒരു രക്ഷയല്ല, അടിപൊളിയായിട്ടാണ് സാറ് പഠിപ്പിക്കുന്നത്. എല്ലാം ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. സാർ അത്രയ്ക്കും ഡെഡിക്കേറ്റ് ആയിട്ട് ഇന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതാണ് സാറിൻ്റെ മെയിൻ അട്രാക്ഷൻ. അതിനേക്കാൾ എനിക്ക് അട്രാക്റ്റീവായിട്ട് തോന്നിയത് സാറിൻ്റെ ലൈഫ് സ്കിൽസിനെ പറ്റിയുള്ള ടിപ്സാണ്. അത് ഒത്തിരി എഫക്റ്റീവ് ആകുന്നുണ്ട് നമ്മുടെ ലൈഫിൽ. സാറിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഇത്രയും ഞങ്ങളെ സിമ്പിളായിട്ട് ഇത്രയും ഡെഫിനറ്റായിട്ട് ഞങ്ങളെ പഠിപ്പിക്കുന്നതിന് സാറിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. സാർ അത്രയും നന്നായി നല്ല എഫോർട്ട് എടുത്താൽ ഞങ്ങളെ പഠിപ്പിക്കും. എന്റെ പേര് മുഹമ്മദ് സുഹൈൽ. ഞാൻ കാസർഗോഡ് കാഞ്ഞങ്ങാടാണ് എന്റെ സ്ഥലം വരുന്നുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് അബുദാബിയിലാണ്. ഞാനിപ്പോ ഇവിടെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യാണ്. ഒരുപാട് കാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് ഞാൻ മെന്റലിസം എന്നുള്ളത്. അങ്ങനെ അന്വേഷിച്ച് അവസാനം കിട്ടിയ നമ്പറാണ് നമ്മുടെ സന്ദീപ് സാറിന്റെ. ഒരു ബിഗ് സല്യൂട്ട്. കാരണം സന്ദീപ് സാർ എന്ന് വെച്ചാൽ ഞാൻ കണ്ട ഒരു പോസിറ്റീവ് മൈൻഡ് എന്ന് വെച്ചാൽ ഒരാള് താൻ പഠിച്ച ഓരോ പ്രവർത്തികളും മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെ ഒരു സംഭവം തന്നെയാണ്. കാരണം അതിനപ്പുറം ഒന്നും പറയാനില്ല. അതേപോലെ തന്നെ വാട്സാപ്പിൽ എന്ത് ഡൗട്ട് ചോദിച്ചാലും ഏത് സമയത്തും ഒരു വ്യക്തി എന്ന രീതിയിലും ഒരു കൂട്ടുകാരൻ എന്നുള്ള രീതിയിലും നമ്മൾക്ക് അപ്പൊ തന്നെ ആൻസർ സന്ദീപ് സാർ തരുന്നുണ്ട്. അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. അപ്പൊ ഞാനിപ്പോ ഏകദേശം 2 ആഴ്ച ആയി. ഇടുക്കാണ്, ഒരു രക്ഷയില്ലാത്ത കോഴ്സാണ്. നിങ്ങൾ ഏതൊരു കുട്ടിക്കും പഠിച്ചെടുക്കാവുന്ന രീതിയിലാണ് താങ്കളുടെ സംസാരവും അതേപോലെ ക്ലാസ്സുകളൊക്കെ. ബഹുമാനത്തോടു കൂടി നിങ്ങൾക്ക് ഒരു ബിഗ് സല്യൂട്ട് തന്നെ തരികയാണ്. അപ്പൊ എല്ലാവരും തീർച്ചയായും പഠിക്കുക. ഹലോ, ഞാൻ ഹരിനാൻ. സന്ദീപ് സാറിന്റെ ഒരു അതിമനോഹരമായ ഒരു ക്ലാസ് കേട്ടിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. മുഴുവൻ ദിവസത്തിൽ നമ്മുടെ സംശയങ്ങളും എല്ലാം സന്ദീപ് സാറ് തീർത്തു തരും. ഞാനിപ്പോൾ തന്നെ ഒരു സ്റ്റേജ് ഞാൻ ചെയ്തു. അവിടെ അതൊരു കല്യാണ ഫംഗ്ഷൻ ആയിരുന്നു. അന്നത്തെ ഞാൻ പങ്കെടുത്തു. ജസ്റ്റ് നോർമലായിട്ടും ചെറിയ മെന്റലിസംസ് ചെയ്തപ്പോൾ തന്നെ അതിന് വലിയൊരു ഇമ്പാക്ട് വന്നു. ഞാൻ സ്റ്റേജുകളിൽ കയറുമ്പോൾ വളരെ രീതിയിൽ ചമ്മലും മുഖത്ത് നോക്കാനുള്ള ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരു 2-3 സ്റ്റേജൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ ഒരു പിന്നെ ആ സ്റ്റേജിൽ കയറാനുള്ള പേടിയൊക്കെ ഭയങ്കര കുറഞ്ഞു പോയി. മറ്റുള്ളവരെ ഫേസ് ചെയ്യാനും മറ്റുള്ളവരോട് നല്ല രീതിയിൽ സംസാരിക്കാനും എനിക്ക് കഴിയാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ സ്റ്റേജിൽ. കൊച്ചു കുട്ടികൾക്ക് വരെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന രീതിയിലത്തെ വ്യക്തമായിട്ടാണ് സന്ദീപ് സാർ പറയുന്നത്. വളരെ കോഴ്സുകളിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി തന്നെ സന്ദീപ് സാറിന്റെ ഈ ഒരു കോഴ്സാണ്. അതുവഴി എനിക്ക് ഒരുപാട് റെസ്പെക്ട് കിട്ടാറുണ്ട്. അത് അച്ഛന്റെ കൂട്ടുകാരന്റെ അടുത്താണെങ്കിലും എന്റെ സ്കൂളിലാണെങ്കിലും വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു എനിക്ക് മെന്റലിസം. ഭയങ്കര ഒരു സന്തോഷം ഇപ്പോഴും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സാറേ, ഇത്രത്തോളം വളരെ ഉഷാറാകും ഞാൻ ഒരിക്കലും കരുതിയില്ലായിരുന്നു. ഞാൻ 2000 രൂപ കൊടുക്കുമ്പോൾ തന്നെ എന്റെ മനസ്സിൽ ഇത്രത്തോളം ഉഷാറാകുന്നു ഒരിക്കലും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു എന്റെ ലൈഫിനെ വരെ ചേഞ്ച് ചെയ്യാൻ സാധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. പ്രത്യേകിച്ച് ആളുകൾ കാണുമ്പോഴുള്ള റെസ്പെക്ട് പോലെയുള്ളവ ഇത്തരത്തിൽ ഇത്രത്തോളം ഒരാളുടെ ജീവിതത്തിൽ ഇത് പ്രതിഫലിക്കും ഞാൻ കരുതിയില്ലായിരുന്നു. ഇതിൽ സാറെ ഞാൻ നല്ല രീതിയിൽ പ്രശംസിക്കുന്നു. ആ നമ്പർ മാത്രം സെക്കൻഡ് നമ്പർ എന്ന് പറഞ്ഞാൽ എല്ലാം പറയണവരെ ഓക്കെ. ആ നമ്പറിൽ നന്നായിട്ട് റീഡ് ചെയ്തുകൊണ്ട് നമ്പർ കിട്ടാൻ ചെറിയ ചാൻസ് തന്നില്ല. രണ്ടാമത്തെ നമ്പർ എന്ന് പറഞ്ഞേ ഹലോ, ഐ എം മെന്റലിസ്റ്റ് ഹേസൽ റോസ്. ഗായത്രി, എന്റെ ഒരു ബുക്ക് ഉണ്ട്. നമുക്കൊരു കാര്യം പെർഫോം ചെയ്ത് നോക്കിയാലോ? ഓക്കെ, ഇതാണ് ബുക്ക്.
ഓക്കെ, ഈ ബുക്കിനകത്ത് നിയർലി 500 പേജസ് ഉണ്ട്. എക്സാക്ട്ലി 496 പേജസ് ഉണ്ട്. ഇതിൽ നിന്നും ഏതെങ്കിലും ഫ്ലിപ്പ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു വേർഡ് ഒന്ന് പിക്ക് ചെയ്യുക, അത് മനസ്സിൽ വെക്കുക. ഓക്കെ, ശരി. എന്നെ കാണിക്കണ്ട, ഞാൻ വേണമെങ്കിൽ തിരിഞ്ഞേക്കാം. കഴിഞ്ഞല്ലോ, പിക്ക് ചെയ്തു, മനസ്സിലുണ്ട്. ഓക്കെ, ഇനി ഈ വേർഡ് ഞാൻ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് നോക്കാം. എന്റെ കയ്യിൽ ഒരു ബോർഡിന്റെ ബ്ലാങ്ക് ആണ്. ഓക്കെ, ഇനി ഈ വേർഡ് മനസ്സിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ടേ ഇരിക്കുക. ഈ ഒരു വേർഡ് ഫസ്റ്റ് ലെറ്റർ ഒന്ന് റിപ്പീറ്റ് ചെയ്ത മനസ്സിൽ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, മൊത്തത്തിലൊന്ന് ആ വേർഡ് ഒന്ന് ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്തേ. ഓക്കെ, ഓക്കെ, ഞാൻ ഒരെണ്ണം എനിക്ക് കിട്ടിയത് ഞാൻ ഇവിടെ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. നോക്കാം കറക്റ്റിന് വരുമോ ഇല്ലയോ എന്നുള്ളത്. കാര്യം ആ ഒരു ബുക്കിനകത്ത് ഇത്രയും വേർഡ്സ് കിടപ്പുണ്ട്, അത് കറക്റ്റിന് വരും എന്നുള്ളത് യാതൊരു പ്രതീക്ഷയില്ല. എന്നാലും നമുക്ക് നോക്കാം. ഓക്കെ, ആ വേർഡ് ഒന്ന് പറയാവോ? കാം. CALM. താങ്ക് യു. ഹലോ ഹണി. ഹായ്, ഹേസൽ റോസ്. ഞാൻ ഹണി കുര്യാക്കോസ്. നമുക്കൊരു കാര്യം പെർഫോം ചെയ്യാം. ഇപ്പോ അതെ എന്റെ കയ്യിലൊരു സാധനം ഉണ്ട്, എന്താന്നുള്ളത് ഒരു കാര്യം ചെയ്യട്ടെ. ഞാൻ കയ്യിൽ തരാണ്, ഇതിവിടെ ഇരിക്കട്ടെ. ഓക്കെ, നമുക്ക് ഇപ്പോ ഹണി ഒന്ന് ഇമാജിൻ ചെയ്യാം. ഓക്കെ, ഹണി ഒരു ഷോപ്പിംഗ് മാളിലേക്ക് പോവാണ്. അവിടെ പോകുമ്പോൾ അവിടെ കുറേ സാധനങ്ങളുണ്ട്. പല റാക്സിലും പല റോസിലായിട്ട് ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്, ഡിഫറെന്റ് ഐറ്റംസ്. അപ്പൊ ഹണി അതിലിങ്ങനെ നടന്നു പോയിട്ട് ഹണി ഇങ്ങനെ ഒരു സംഭവം കാണുന്നുണ്ട്. കണ്ടു കഴിഞ്ഞിട്ട് അത് എടുക്കുന്നു, എടുത്തു വെക്കുന്നു. ആ ഒരു സംഭവം എടുത്ത് കയ്യിൽ വെച്ചിട്ട് അതിനെ കുറിച്ച് ഇപ്പൊ മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യാം. ഇപ്പൊ ഷോപ്പിംഗ് മാളിലേക്ക് പോയി ഒരു ഐറ്റം കണ്ടു, ആ ഐറ്റം കയ്യിലെടുത്തു, അത് വെച്ചിരിക്കുവാണ്. നന്നായിട്ട് ഇമാജിൻ ചെയ്യാം. ഇമാജിൻ ചെയ്തല്ലോ. ഈ ഒരു സംഭവം എന്താണ് ഞാനൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് നോക്കും. ഓക്കെ, ഈ ഐറ്റം എന്ന് പറയുന്നത് ഒരു കണ്ടെയ്നറിൽ വരുന്നതല്ലേ? ആണോ? ഓക്കെ, അത് അവസാനത്തിന്റെ പേരൊന്ന് മനസ്സിലൊന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും? പുറത്ത് വരാണ്ട് ഉറക്കെ റിപ്പീറ്റ് ചെയ്തിട്ടേ ഇരിക്കാൻ പറ്റൂ? റിപ്പീറ്റ് ചെയ്തു. അത് കഴിക്കുന്ന എന്തെങ്കിലും സാധനമാണോ? അതെ. ആണോ? അതെ. ബിസ്ക്കറ്റ് ഒന്നും അല്ലല്ലോ? അല്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ എന്റെ മനസ്സിലുണ്ടായിരുന്നു, ഞാൻ ഇന്ന് ഹണിയെ കാണുന്നു, ഹണിയുടെ അടുത്ത് കൂടെ ഒരു പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഹണി ചൂസ് ചെയ്യുന്ന ഒരു സംഭവം എന്തായിരിക്കും എന്ന് എനിക്ക് തോന്നി. അപ്പോ ഞാൻ ആ സംഭവമാണ് ഞാനിപ്പോ ഗിഫ്റ്റ് ആയിട്ട് ഞാൻ കൊണ്ടുവന്നത്. ഒരു ബിസ്ക്കറ്റാ? ബിസ്ക്കറ്റാണ്? അല്ല. അല്ല. ഷോ, അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. എന്താ സാധനം ഒന്ന് പറയാവോ? അവിടെ ഷോപ്പിംഗ് മാളിൽ നിന്ന് എടുത്തേ. പറയാമോ? പറഞ്ഞു, ക്യാമറ നോക്കി പറയാമോ? ഹണി. ഹണി തന്നെ എടുത്തോ? ഓ മൈ ഗോഡ്, സത്യം ഞാൻ ഇത് തന്നെ മനസ്സിൽ വിചാരിച്ച. ഭയങ്കര ഹണിക്ക്. ഞാൻ ഈ കോഴ്സിൽ വന്നത് നമ്മൾ വയനാട്ടിൽ റിസോർട്ട് നടത്തുകയാണ്. അപ്പം വരുന്ന ഗസ്റ്റിനൊക്കെ പെർഫോം ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇത് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്ത്. പഠിച്ചു വന്നപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. പിന്നെ മീറ്റപ്സിനൊക്കെ വന്നു. അടിപൊളി പ്രോഗ്രാമാണ്. നിങ്ങൾ എന്താണെങ്കിലും ഒന്ന് ജോയിൻ ചെയ്യണം പ്രോഗ്രാമിന്. അടിപൊളിയാണ്, വേർത്താണ്. നമസ്കാരം, എന്റെ പേര് ശ്രുതി. സന്ദീപ് സാറിന്റെ മെന്റലിസം ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ ഏതാണ്ട് 1.5 മാസത്തോളമായി. ഇപ്പൊ 4 ലെവലാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. പക്ഷെ ഈ 4 ലെവലുകൾ കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി, ഒരുപാട് കോൺഫിഡൻസ് കിട്ടി. സാറിനോട് നമുക്ക് ഏത് സമയത്തും എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. വളരെ ക്ലിയർ ആയിട്ട് സാർ അതൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. സാർ തന്ന കോൺഫിഡൻസ് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്നലെ ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റിയത്. വലിയൊരു പ്രോഗ്രാം ആയിരുന്നു, പക്ഷെ വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഒരു പെർഫോം ചെയ്യാൻ പറ്റി. ഓഡിയൻസ് ഒക്കെ നല്ല റെസ്പോൺസ് ആയിരുന്നു. ഒരുപാട് സന്തോഷമായി അവരുടെ നല്ല കമന്റ്സ് ഒക്കെ കേട്ടപ്പോൾ. സാറ് തന്ന സപ്പോർട്ട് കൊണ്ട് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ് എന്റെ വിശ്വാസം. സാറിനെ പോലെ തന്നെ നല്ലൊരു മെന്റലിസ്റ്റ് ആവാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാറിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത് ഒരിക്കലും ഒരു നഷ്ടമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നഷ്ടമായിട്ടില്ല എന്ന് മാത്രമല്ല,
അതെന്റെ ഭാവിക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും സാർ തന്ന പിന്തുണയ്ക്ക് ഒരുപാട് നന്ദി. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. സാറേ, ഞാൻ ഇത്രക്കും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു കേട്ടോ മെന്റലിസം കോഴ്സിനെ കുറിച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരാളുടെ ലൈഫിൽ ഇത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഒരു കോഴ്സ് നടക്കുന്നത്. ഞാൻ പല കോഴ്സിലും ചേർന്നിട്ടുണ്ട്, പക്ഷേ ഇത്ര അടിപൊളിയായിട്ട് എനിക്ക് ഒരു കോഴ്സും തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ എനിക്കിപ്പോൾ സ്കൂളിലെ എക്സാമാണ്, എന്നാൽ കൂടി ഞാൻ മെൻ്റലിസം കോഴ്സിന് വേണ്ടിയിട്ട് രാവിലെ കുറച്ച് ടൈം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര ലെവലിലെത്തിച്ച സന്ദീപ് സാറിന് ബിഗ് വെരി വെരി താങ്ക്സ്. എന്റെ പേര് മുഹമ്മദ് സുഹൈൽ. ഞാൻ കാസർഗോഡ് കാഞ്ഞങ്ങാടാണ് എന്റെ സ്ഥലം വരുന്നുള്ളത്. ഞാനിപ്പോ ഉള്ളത് അബുദാബിയിലാണ്. ഞാനിപ്പോ ഇവിടെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യാണ്. ഒരുപാട് കാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് ഞാൻ മെന്റലിസം എന്നുള്ളത്. അങ്ങനെ അന്വേഷിച്ച് അവസാനം കിട്ടിയ നമ്പറാണ് നമ്മുടെ സന്ദീപ് സാറിന്റെ. ഒരു ബിഗ് സല്യൂട്ട്. കാരണം സന്ദീപ് സാർ എന്ന് വെച്ചാൽ ഞാൻ കണ്ട ഒരു പോസിറ്റീവ് മൈൻഡ് എന്ന് വെച്ചാൽ ഒരാള് താൻ പഠിച്ച ഓരോ പ്രവർത്തികളും മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെ ഒരു സംഭവം തന്നെയാണ്. കാരണം അതിനപ്പുറം ഒന്നും പറയാനില്ല. അതേപോലെ തന്നെ വാട്സാപ്പിൽ എന്ത് ഡൗട്ട് ചോദിച്ചാലും ഏത് സമയത്തും ഒരു വ്യക്തി എന്ന രീതിയിലും ഒരു കൂട്ടുകാരൻ എന്നുള്ള രീതിയിലും നമ്മൾക്ക് അപ്പൊ തന്നെ ആൻസർ സന്ദീപ് സാർ തരുന്നുണ്ട്. അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. അപ്പൊ ഞാനിപ്പോ ഏകദേശം 2 ആഴ്ച ആയി. ഇടുക്കാണ്, ഒരു രക്ഷയില്ലാത്ത കോഴ്സാണ്. നിങ്ങൾ ഏതൊരു കുട്ടിക്കും പഠിച്ചെടുക്കാവുന്ന രീതിയിലാണ് താങ്കളുടെ സംസാരവും അതേപോലെ ക്ലാസ്സുകളൊക്കെ. ബഹുമാനത്തോടു കൂടി നിങ്ങൾക്ക് ഒരു ബിഗ് സല്യൂട്ട് തന്നെ തരികയാണ്. അപ്പൊ എല്ലാവരും തീർച്ചയായും പഠിക്കുക. നമസ്കാരം, എൻ്റെ പേര് തനൂജ്. ഞാൻ എറണാകുളം ജില്ലയിലെ ഓട്ടോ ഡ്രൈവറാണ്. ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് എനിക്ക് മെന്റലിസം പഠിക്കണമെന്നുള്ളത്. ഞാനൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തു, പക്ഷെ എനിക്ക് അത്ര യൂസ് ആയിട്ട് തോന്നിയില്ല. അന്നേരമാണ് സന്ദീപ് സാറിന്റെ ക്ലാസ്സിനെ കുറിച്ച് കേൾക്കുന്നതും അത് അറ്റൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. തുടക്കത്തിൽ ചെറിയൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കുമെന്ന്. പക്ഷെ അറ്റൻഡ് ചെയ്തപ്പോൾ മനസ്സിലായി ഏതൊരു കൊച്ചുകുട്ടിക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ ലളിതമായിട്ടാണ് സാർ ഓരോ ടിപ്സും നമുക്ക് പറഞ്ഞു തരുന്നത്. അത് സാറിന്റെ ലൈഫിൽ വരുന്ന എല്ലാ ടിപ്സും നമ്മളോട് ഷെയർ ചെയ്യുന്നുണ്ട്. അത് ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം എനിക്ക് ഇപ്പോൾ എൻ്റെ ഡെയിലി ലൈഫിൽ ഈ ക്ലാസ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഒരാളോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, അല്ലെങ്കിൽ ഒരാൾക്ക് എങ്ങനെ ഷേക്ക് ഹാൻഡ് കൊടുക്കണം, ഒരു സാഹസിൽ നമ്മൾ എങ്ങനെ പെരുമാറണം, അങ്ങനെയുള്ള ഓരോ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നും അവർ പറഞ്ഞു തരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഇതുകൂടാതെ വേറെ 1-2 ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അതിലൊന്നും പറയാത്ത ഒരു ഒരു എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ ലളിതമായിട്ട് തന്നെ സാറ് ഈ ക്ലാസ് ഫോം ചെയ്തിട്ടുണ്ട്. അതിന് സാറിന് ഹൃദയം നിറയെ നന്ദി പറഞ്ഞു കൊടുക്കുന്നു. ഇനിയും ഒരുപാട് ലെവലിലേക്ക് എത്തണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. മെന്റലിസം പഠിക്കണം എന്ന് ആഗ്രഹമില്ലാത്ത ആരും ഉണ്ടാവില്ല. ശരിക്കും പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എങ്ങനെ പഠിക്കും. അപ്പോൾ അന്വേഷിക്കുമ്പോൾ എല്ലാം ദൂര സ്ഥലങ്ങളാണ്, നമുക്ക് പോയി പഠിക്കാനുള്ള ചാൻസ് ഇല്ല. അപ്പോഴാണ് സന്ദീപ് ഇങ്ങനെ ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഭയങ്കര സന്തോഷമായി. നമുക്ക് വീട്ടിലിരുന്ന് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് അഫോർഡബിൾ ആയ റേറ്റിൽ നമുക്കത് പഠിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷമാണ്. എപ്പോൾ വേണമെങ്കിലും സന്ദീപ് നമ്മുടെ കൂടെ ഉണ്ട്. എന്ത് സംശയം ചോദിച്ചാലും എത്രയോ ആളുകൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടാവാം. എന്നാലും അത് ശരിക്കും അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ ചോദിക്കുന്നതിന് ആൻസർ നമുക്ക് കിട്ടുന്നുണ്ട്, പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അതൊരു വലിയൊരു കാര്യമാണ് ഈ തിരക്കിനിടയിൽ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മെന്റലിസ്റ്റ് ആവാനായിട്ട് നമ്മൾ ഒരുപാട് കാലം മെന്റലിസം പഠിച്ചു, അത് പ്രാക്ടീസ് ചെയ്തു, ഒരുപാട് അതിനൊക്കെ ശേഷം ചെയ്യുന്ന ഒരു അവസ്ഥയല്ല. നമ്മൾ ഇന്ന് പഠിച്ചാൽ ഇന്ന് നമുക്കൊരു മെന്റലിസ്റ്റ് ആവാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇവരൊരു കാര്യം നമ്മൾ സാധാരണക്കാരായ ആളുകളുടെ സ്വപ്നമാണ് ഈ സമയമില്ലാത്ത സമയത്ത് ഇതൊക്കെ പഠിക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ ഇത്രയും നല്ലൊരു കോൺട്രിബ്യൂഷൻ നമുക്കായിട്ട് തന്നു. പലരും മെന്റലിസം ചെയ്യുന്നുണ്ട്, അവരത് പൈസ ഉണ്ടാക്കുന്നുണ്ട്, അവർ പെർഫോം ചെയ്യുന്നുണ്ട്, തയ്യൽ പാടുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് അതിനുള്ള അവസരങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ ആ സമയത്താണ് സന്ദീപ് ഇങ്ങനെ ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷെ വളരെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യണം എന്നുള്ളത്. എല്ലാവരും ഈ ഒരു അവസരങ്ങൾ നമുക്ക് എപ്പോഴും കിട്ടുന്നതായാലും അപ്പോൾ അത് കിട്ടുന്ന സമയത്ത് നമ്മളത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറേ നാൾ കഴിയുമ്പോൾ നമ്മുടെ അവസരങ്ങളും നമ്മുടെ സാഹചര്യങ്ങളൊക്കെ മാറിപ്പോകും. അപ്പോൾ നാളെ എന്ന് വിചാരിക്കാതെ എത്രയും വേഗം അത് പഠിക്കാനായിട്ട് എല്ലാവരും തയ്യാറാവും. നല്ലൊരു കോഴ്സാണ്. നല്ല ഭംഗിയായിട്ട് നമ്മളുടെ കൂടെ ഇരുന്ന ഒരാൾ പറഞ്ഞു തരുന്ന പോലെ സന്ദീപ് എനിക്ക് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. താങ്ക് യു. ഹായ്, ഹലോ. എൻ്റെ ഫീൽഡിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ മെൻ്റലിസം പഠിക്കാൻ ആഗ്രഹിച്ചത്. എൻ്റെ അടുത്ത് വരുന്ന മിക്ക ലേണിംഗ് ഡിസബിലിറ്റിൻ്റെ കുട്ടികളൊക്കെ മോൾഡ് ചെയ്തെടുക്കാനായിട്ട് നല്ല പണിയാണ്. അപ്പം ഈ മെൻ്റലിസം നല്ല രീതിയിൽ അവരുടെ അടുത്ത് എഫക്റ്റ് ആവുന്നുണ്ട്. കുട്ടികൾ പെട്ടെന്ന് തന്നെ ഇൻട്രാക്റ്റ് ആവുന്നുണ്ട് നമ്മളടുത്ത്.
പിന്നെ സാറിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അധികം ലാഗില്ലാതെ ബോറിംഗ് ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് തന്നെയാണ് മെൻ്റലിസം. പിന്നെ നല്ലൊരു കോൺഫിഡൻസ് ആണ് സാറിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ. നല്ല എനർജറ്റിക് ആയിട്ടാണ് സാറ് നമുക്ക് ക്ലാസ്സൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. താങ്ക് യു സന്ദീപ് സർ, താങ്ക് യു സോ മച്ച്. നല്ല രീതിയിൽ എന്നെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഹായ്, ഐ ആരി. ഞാൻ മെന്റലിസം ക്ലാസ് തുടങ്ങിയിട്ട് 2 ക്ലാസ്സുകളും ആയിട്ടുണ്ട്. മെന്റലിസം പഠിക്കുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സന്ദീപ് സാറിന്റെ ക്ലാസ്സിനെ കുറിച്ച് അറിഞ്ഞത്. ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ വല്ലാത്തൊരു ത്രില്ലായിപ്പോയി. കാരണം ഒരിക്കലും നമുക്ക് പഠിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ട് ഒരു കുഞ്ഞു കുട്ടിക്ക് മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നത് പോലെ സിമ്പിൾ ആയിട്ടാണ് നമുക്ക് ക്ലാസ് എടുത്തു തരുന്നത്. പിന്നെ ഇതുവരെ നമ്മുടെ ലൈഫിൽ എങ്ങനെയായിരുന്നോ അങ്ങനെയൊന്നുമല്ല നമ്മൾ മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ ഒരു നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുമെന്നൊക്കെ നല്ല ലളിതമായ രീതിയിലാണ് ക്ലാസ് ചെയ്യുന്നത്. ഓരോ മിനിറ്റ് കഴിയുന്നതോറും നമുക്ക് ആകാംക്ഷ കൂടുതലാണ് അടുത്ത പോയിന്റ് എന്തായിരിക്കും എന്നുള്ളത്. അത്രയും സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് നമുക്ക് ഓരോ കാര്യങ്ങളും പഠിക്കാനായിട്ട് സാധിക്കും. എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഐ എം പ്രിയ മരിയ, ആക്ട്രസ് ആണ്. ഞാൻ സന്ദീപ് സാറിൻ്റെ ആർട്ട് ഓഫ് മെൻ്റലിസം കോഴ്സിൽ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ട് ഏകദേശം 1 മന്തായി. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ചെറിയ കുട്ടികൾക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലാണ് സന്ദീപ് സാർ അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്കത് പഠിക്കാൻ പറ്റുന്നതാണ്. എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായിരുന്നു, പക്ഷേ ഇതിൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഓരോ ക്ലാസ് കഴിയുന്തോറും നെക്സ്റ്റ് എന്താണെന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. എനിവേ, ഓൾ ദ വെരി ബെസ്റ്റ് സന്ദീപ് സാർ ആൻഡ് എല്ലാ സ്റ്റുഡൻസിനും, ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നമസ്കാരം, എൻ്റെ പേര് അശ്വതി. ഞാൻ സന്ദീപ് സാറിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് വളരെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ. ഞാൻ സെക്കൻഡ് ലെവൽ കംപ്ലീറ്റ് ചെയ്തില്ല. കംപ്ലീറ്റ് ചെയ്യാതെ തന്നെ എനിക്ക് ഒരു ചെറിയൊരു അവസരം കിട്ടുകയും പിന്നെ വീട്ടിൽ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, ഫ്രണ്ട്സിനോട്. പക്ഷേ ഒരു വേദിയിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സെക്കൻഡ് ലെവൽ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വിചാരിച്ചില്ല. ഞാൻ സാറിനോട് ചോദിക്കുകയും സാർ ചെയ്യാനും പറഞ്ഞു. ഒരു നൈറ്റ് പ്രോഗ്രാം ആയിരുന്നു അത്. ഞാൻ ആ വേദിയിൽ കയറി എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഒട്ടും തന്നെ പ്രതീക്ഷയില്ലായിരുന്നു. സാറിൻ്റെ ആ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് എനിക്കൊരു പ്രോഗ്രാം സത്യം പറഞ്ഞാൽ ചെയ്യാൻ സാധിച്ചത്. വെളിയിൽ നിന്ന് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. പുറത്തിറങ്ങിയപ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് നല്ല രീതിയിൽ കമൻ്റൊക്കെയാണ് കിട്ടിയത്. സാറിന് വളരെ വളരെ നന്ദി പറയുന്നു. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. എൻ്റെ പേര് ഷംന, ഞാൻ സന്ദീപ് സാറിൻ്റെ സ്റ്റുഡൻ്റാണ്. ഞാനൊരു ഡിസേബിൾഡായ ഒരു പേഴ്സണാണ്. അപ്പോൾ എനിക്ക് മെൻ്റലിസം പഠിക്കണമെന്നൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു. 1 വർഷമായിട്ടുള്ളൊരു ആഗ്രഹമാണ്. അപ്പോൾ ഒരുപാട് ഷോസൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എനിക്കതൊരു ചെയ്യാൻ പറ്റുമല്ലേ, ഇങ്ങനെ ഡിസേബിൾഡ് ആയതുകൊണ്ട് ഭയങ്കര ഡൗട്ടായിരുന്നു. പക്ഷേ സാറിനെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുമ്പോൾ സാറൊന്ന് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് നോക്ക്, ക്ലാസ് നിനക്ക് പറ്റുമല്ലേ നോക്ക്, അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തു. ക്ലാസ്സിൽ ജോയിൻ ചെയ്തപ്പോൾ ഞാൻ ഡിസേബിൾഡ് പേഴ്സൺ അറിയാം. സാധാരണ ഏതൊരാൾക്കും മെൻ്റലിസം പഠിക്കാമെന്നുള്ളൊരു അവസരമാണ് സാറിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത്. കാരണം അത്രയും പവർഫുള്ളാണ്. ഓരോ കുഞ്ഞും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന അതേയും അതിലാണ് സാറ് ക്ലാസ് എടുക്കുന്നത് തന്നെ. ഒട്ടും ലാഗടിപ്പിക്കാണ്ട് എന്നാൽ നല്ല രീതിക്ക് മനസ്സിലാക്കാൻ പറ്റും. ചേരണമെങ്കിൽ സാറിൻ്റെ ക്ലാസ്സിൽ തന്നെ ചേരണം. എന്തായാലും സന്ദീപ് സാറിനോട് വലിയൊരു താങ്ക് യു പറയാണ്. ഹായ്, എൻ്റെ പേര് ഫാത്തിമ. ഞാൻ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ്. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു മെൻ്റലിസ്റ്റ് ആവണമെന്ന്. പക്ഷേ ഓൺലൈനായി പഠിക്കുമ്പോൾ അത് പെർഫെക്റ്റ് ആവുമ്പോൾ പേടിയുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സന്ദീപ് സാറിൻ്റെ ക്ലാസ്സിൽ ചേർന്നു. അടിപൊളി ക്ലാസ് ആയിരുന്നു. അത്രയ്ക്കും പെർഫെക്റ്റായി മനോഹരമായി പറഞ്ഞു തരുന്നുണ്ട്. എന്ത് ഡൗട്ട്സ് ചോദിച്ചാലും ഡിലേ ചെയ്യാണ്ട് അപ്പം തന്നെ പെർഫെക്റ്റായി ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. വളരെയധികം ഹാപ്പിയാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല മെൻ്റലിസ്റ്റ് ആവുമെന്ന്. അത് സപ്പോർട്ടും ക്ലാസ്സുമാണ് എന്നെ ഈ ലെവലിൽ എത്തിച്ചത്. താങ്ക് യു സന്ദീപ് സർ. എനിക്ക് സന്ദീപ് ഫാഡിയന്റെ മെന്റലിസം ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അപ്പം അത് ഞാൻ വളരെ നല്ലൊരു കാര്യമായിട്ടാണ് കാണുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു ക്ലാസ്സിൽ മെന്റലിസത്തിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. മെന്റലിസം കൂടാതെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താൻ കഴിയുന്ന പല ടിപ്സുകളും പുള്ളി ആ ക്ലാസ്സിൽ എടുക്കുന്നുണ്ട്. നമ്മൾ കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യാനും ആൾക്കാരോട് മിങ്കിൾ ചെയ്യുമ്പം ചെയ്യേണ്ട കാര്യങ്ങൾ, അതൊക്കെ ഒരു പോസിറ്റീവ് വൈബ് കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. പുള്ളിയുടെ ക്ലാസ് മൊത്തം പോസിറ്റീവ് വൈബ്സ് ആണ് കേട്ടോ. പുള്ളിയുടെ ആ ഒരു എനർജിയും കാര്യങ്ങളൊക്കെ നമ്മളിലേക്കും ആ ഒരു എനർജിയും പോസിറ്റീവ് വൈബ്സും ഒക്കെ വരാനായിട്ട് ഫലപ്രദമായ ഒരു ക്ലാസ്സാണ് സന്ദീപ് ഫാഡിയാൻ അറേഞ്ച് ചെയ്യുന്നത്. നിങ്ങൾക്കും അത് അറ്റൻഡ് ചെയ്യാൻ ഭാഗ്യം ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യുക. മെന്റലിസത്തിന്റെ
പല മേഖലകളെക്കുറിച്ചും മനസ്സിലാക്കാൻ ആ ക്ലാസ് നിങ്ങളെ സഹായിക്കും. താങ്ക് യു സോ മച്ച്. ഹായ്, എൻ്റെ പേര് തോമസ്. ഞാൻ ആർട്ട് ഓഫ് മെന്റലിസം സ്റ്റുഡൻ്റാണ്. സന്ദീപ് സാറിൻ്റെ സ്റ്റുഡൻ്റാണ്. ഞാൻ മെന്റലിസം ആദ്യമായിട്ട് പഠിക്കുന്നത് സന്ദീപ് സാറിൻ്റെ അടുത്തുനിന്നാണ്. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. നമുക്ക് 2000 രൂപയ്ക്ക് ഇത്രയും നല്ലൊരു കോഴ്സ് പ്രൊവൈഡ് ചെയ്ത് ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അത്രയും നല്ല ക്വാളിറ്റിയും ക്യാമറ ആംഗിൾസ് ആയാലും പഠിപ്പിക്കുന്നതായാലും നന്നായിട്ടാണ് പഠിപ്പിക്കുന്നത് സന്ദീപ് സാർ. നമുക്ക് കൊച്ചു കുട്ടികൾക്ക് പറഞ്ഞതിൻ്റെ പോലെയാണ് സന്ദീപ് സാർ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നത്. മെന്റലിസം നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സന്ദീപ് സാറിൻ്റെ അടുത്ത് തന്നെ പഠിക്കുക. ബേസിക് ലെവൽ തന്നെ, ബേസിക് എന്ന് പറയാനില്ല, പക്ഷെ അഡ്വാൻസ്ഡ് ആണ്, വളരെ അഡ്വാൻസ്ഡ് ആണ്. പിന്നെ നമുക്ക് സ്റ്റേജ് ഷോ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ആണെങ്കിൽ അഡ്വാൻസ് ലെവലും പഠിക്കാം. പിന്നെ ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് കാശ് കൊടുക്കുന്ന പോലെ സ്റ്റേജ് ഷോയിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങോട്ടും കാശ് കിട്ടും. അതുകൊണ്ട് ഈ കോഴ്സ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഇന്ന് തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഇത് നിങ്ങൾ മിസ് ചെയ്താൽ ഇത് ജീവിതത്തിൽ മിസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമായിരിക്കും. ഹായ്, എൻ്റെ പേര് ആദിനാരായണൻ. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു മെൻ്റലിസം പഠിക്കണം എന്നുള്ളത്. പക്ഷേ ഇത് എവിടെ പോയി പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ സന്ദീപ് സാറിൻ്റെ ആർട്ട് ഓഫ് മെൻ്റലിസം എന്ന് പറയുന്ന കോഴ്സിനെ പറ്റി അറിയുന്നതും അതിൽ ജോയിൻ ചെയ്യുന്നതും. വളരെ മനോഹരമായിട്ടുള്ള ഒരു കോഴ്സായിരുന്നു ആർട്ട് ഓഫ് മെൻ്റലിസം. എനിക്ക് പുതിയതായി ഒരാളെ കാണുമ്പോൾ അവരോടൊന്ന് സംസാരിച്ച് തുടങ്ങാനും അതുപോലെ അവരുടെ മുന്നിൽ എന്തെങ്കിലും പ്രസൻറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു. പക്ഷേ ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തതിന് ശേഷം എനിക്ക് അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. എൻ്റെ കോൺഫിഡൻസ് ലെവൽ എനിക്ക് ഒരുപാട് ബൂസ്റ്റ് ചെയ്യാനായിട്ട് പറ്റി. ഒരുപാട് സന്തോഷം. ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല എനിക്ക് ഒരു മെൻ്റലിസ്റ്റ് ആവാൻ കഴിയുമെന്ന്. അതെനിക്ക് സന്ദീപ് സാറിൻ്റെ ആർട്ട് ഓഫ് മെൻ്റലിസം എന്ന് പറയുന്ന ഈ കോഴ്സ് കൊണ്ട് സാധിച്ചു. ഒരുപാട് സന്തോഷം. സന്ദീപ് സാറിനെ പോലെ ഒരു ഗുരുവിനെ കിട്ടിയത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുന്നു. താങ്ക് യു സോ മച്ച് സന്ദീപ് സാർ. ഇതാ ഞാൻ പറഞ്ഞു, ഇന്ന് എല്ലാവരുടെ കിളി പോകുന്നുള്ളത്. അതായത് ഒരു 13 വയസ്സുകാരന്റെ മാജിക് എന്ന് പറഞ്ഞ പോരാ. ഹായ്, നമസ്കാരം. ഞാൻ കാർത്തിക്. സന്ദീപ് സാറിന്റെ ആർട്ട് ഓഫ് മെൻ്റലിസം എന്ന് പറയുന്ന ഒരു കോഴ്സിൽ ഞാൻ ചേർന്നു. കിഡിലും കോഴ്സാണ്. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഒരു ക്ലാസ് കണ്ടെന്ന് വിചാരിക്കുക, ഓട്ടോമാറ്റിക് ആയിട്ട് പിറ്റേ ദിവസം നമ്മൾ ആ ക്ലാസ് കാണും. അതാണ് സന്ദീപ് സാറിന്റെ പ്രത്യേകത. സന്ദീപ് സാർ ഓരോ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഏതൊരു തുടക്കക്കാരനും എങ്ങനെയാണ് മെൻ്റലിസം പഠിക്കാതെ സന്ദീപ് സാർ ആർട്ട് ഓഫ് മെൻ്റലിസം എന്ന് പറയുന്ന ഈ കോഴ്സിൽ പറയുന്നുണ്ട്. എന്ത് പറയണമെന്ന് അറിയില്ല. ഓരോരോ ലെവൽ കഴിയുന്നവർ നമുക്ക് ഓരോരോ അച്ചീവ്മെന്റ് കിട്ടുകയാണ്. ഇതിലുള്ള ഹിപ്നോട്ടിസം ആണെങ്കിലും എല്ലാ കിടിലാണ്. എന്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് തന്നെയാണ് സന്ദീപ് സാറിന്റെ ആർട്ട് ഓഫ് മെൻ്റലിസം. ഇതിലൂടെയൊക്കെ കുറെ അച്ചീവ്മെന്റ്സ് കിട്ടി, ഒരുപാട് ഷോസ് കിട്ടി. അപ്പോ താങ്ക് യു. ആ പേജ് നമ്പർ മാത്രം ഒന്ന് വിചാരിക്കാൻ പറ്റുമോ? മനസ്സിൽ വിചാരിക്കണം. 1 മുതൽ 10 വരെ ഒന്ന് സിമ്പിൾ ആയിട്ട് എണ്ണാൻ പറ്റുമോ? 1 2 3 4 5 6 7. ഓക്കെ, ആ ഫസ്റ്റത്തെ നമ്പർ പറയുന്നത് 5 ആണ്. അതെ, ഓക്കെ. വളരെ സന്തോഷം തോന്നാറുണ്ടാ. നമ്മുടെ ഭാവി എന്താ പറയാ, വാഗ്ദാനാണ് ശരിക്കും. ഹായ്, ഞാൻ സുനിത ഗൗരി ഫ്രം എറണാകുളം. ബേസിക്കലി ഒരു ടീച്ചറാണ്. ഇപ്പോൾ മോട്ടിവേഷണൽ സ്പീക്കർ കം ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നു. സന്ദീപ് സാറിൻ്റെ വളരെ അമേസിങ് ആയിട്ടുള്ളൊരു കോഴ്സ് തന്നെയാണ്. എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ടീച്ചേഴ്സിനും മറ്റെല്ലാ മേഖലയിലുള്ളവർക്കും വേണമെങ്കിൽ ചെയ്തു നോക്കാവുന്നതാണ്. ഞാനും ഒരു പരീക്ഷണം എന്ന രീതിയിലായിരുന്നു ആദ്യം ചെയ്തത്. പോകുന്ന സ്കൂളുകളിലെ മോട്ടിവേഷണൽ സ്പീക്കിങ്ങിനായിട്ട് പോകുന്ന സ്കൂളുകളിലൊക്കെ കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റാറുണ്ട്. വീഡിയോസ് എടുക്കാൻ പറ്റാറില്ല. അതല്ലായിരുന്നു എങ്കിൽ ധാരാളം വീഡിയോസ് മെൻ്റലിസത്തിനെ തന്നെ നമുക്ക് ഔട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. താങ്ക് യു വെരി മച്ച് സന്ദീപ് സർ. ഏറ്റവും ചെറിയ ഒരു കോഴ്സിലെ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ഒരു കണിക പോലും നമുക്ക് മെൻ്റലിസത്തിലേക്ക് കൊണ്ടെത്തിക്കാം എന്നുള്ള സാറിൻ്റെ ആ ഒരു പവർഫുൾ പെർഫോമൻസ് തന്നെയായിരുന്നു എന്നെ ആകർഷിച്ചത്. വെരി താങ്ക് യു വെരി മച്ച് സർ. ഓക്കെ, ഫാസിലിന് ഉമിനീര് ഇറക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ആ ഉമിനീര് ഇറക്കാനുള്ള സ്കില്ല് ഞാൻ നഷ്ടപ്പെടുത്താം. ഫാസിലിന് എന്താ ചെയ്തിട്ടില്ല, ഉമിനീര് ഇറക്കാൻ കഴിയില്ല. ഞാൻ ജസ്റ്റ് റെഡി 1 2 3 സ്റ്റാർട്ട് സ്നാപ്പ് ചെയ്യുന്ന സമയത്ത് ഫാസിലിന് ഉമിനീര് ഇറക്കാൻ പറ്റില്ല എന്ന് ജസ്റ്റ് ഒരു മനസ്സിലേക്ക് ഇമാജിൻ വീണ്ടും റിപ്പീറ്റ്. ഓക്കെ, ജസ്റ്റ് മനസ്സിലൊന്നും ഇങ്ങനെ വിചാരിക്കണ്ട. ഓക്കെ, വീണ്ടും റിപ്പീറ്റ് ചെയ്യണേ. ഒന്ന് ഇറക്കി നോക്കി, ഇറങ്ങുന്നില്ലേ? ഒന്നും കൂടി നോക്കി നോക്കി. ഉണ്ടല്ലോ, റെഡി 1 2 3 സ്റ്റാർട്ട്. ഇറക്കിയ സ്റ്റോക്ക് ഒന്നല്ലേ? സാരല്ല, ഇതാണ് സംഭവം. ഓക്കെ, ചെറുത് എന്താണ് ഒരു പഠിച്ചു വരുന്നുള്ളൂ.
അപ്പോൾ ജസ്റ്റ് ഒന്ന് സംഭവം കാണിക്കാൻ വേണ്ടി ചെയ്ത് മാത്രമാണ്. ഓക്കെ, ശരിക്ക് നമ്മള് ഒരു സ്റ്റെക്ക് വന്നില്ലേ, പലയിടത്തും അങ്ങനെ സ്റ്റെക്കാക്കി കുട്ടികൾ. ഓക്കെ, ഏതായാലും സന്തോഷം. എന്നാ ഞാനൊന്നും വിളിക്കുന്നത് എന്റെ ആരും വിളിക്കുന്ന എത്രത്തോളം താൻ തന്റെ 2 കണ്ണുകൾ തുറക്കാൻ ശ്രമിക്കുന്നു അത്രത്തോളം തന്നെ 2 കണ്ണുകൾ ടിക്കായിക്കൊണ്ട് തന്നെ ട്രൈ ചെയ്യാം. റിലാക്സ് റിലാക്സ്. ഇതൂടുണ്ടോ? ഓക്കെ, ഇനി ഞാനൊന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്റെ 2 കണ്ണുകളെ എനിക്ക് തുറക്കാം. എന്നാ ഞാനൊന്നും വിളിക്കുന്നത് എന്റെ ആരും വിളിക്കുന്ന റിലാക്സ്. ഇനി തനിക്കോ? എന്താ ഫീൽ ചെയ്ത? ഞാൻ അറിഞ്ഞെടുക്കാൻ ഇത് അനിവച്ചിങ്ങനെ തുറക്കുന്നില്ല മോനിക്ക്. എന്താ ഫീൽ ചെയ്ത? എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഐഡിയ ഇപ്പം ഫെയിമാണ്. ശരിയാണ്. ജസ്റ്റ് ഇമാജിൻ ഈ കൈ, ഇവിടെ ഞാൻ ലോകത്തിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്ലൂ വെച്ച് ഒരു സ്റ്റിക്ക് ചെയ്യുകയാണെന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. ഞാൻ ഓരോ കോർണറിലും ഓരോ എൻഡിങ്ങിലും അകത്തും എല്ലാം ആ ഗ്ലൂ ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ ഇമാജിൻ ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ പറയുന്ന സജഷൻസിൽ താൻ ആദ്യം എസ് പറയണം, പിന്നെ നോ പറയണം. ഓക്കെ, ഈ കൈ ഇവിടുന്ന് എടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ പറ്റുമെന്ന് പറയണം. ഓക്കെ, പറ്റുമോ? പറ്റും. ഉറപ്പാണ്. ഇൻ ദ ടൈം ഓഫ് 1, 2, 3 ഒന്ന് ട്രൈ നോക്കാമോ? പറ്റുന്നുണ്ടോ? ഫീൽ ചെയ്യുന്നുണ്ട്? ഓക്കെ, വെയിറ്റ്. ഇൻ ദ ടൈം ഓഫ് 1, 2, 3 ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കാമോ? ഇനി എടുക്കാൻ പറ്റും. എന്താ ഫീൽ ചെയ്ത്? എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഫസ്റ്റ്. ഇതിനു മുമ്പ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ ഹിപ്നോട്ടിസം അല്ലെങ്കിൽ മെന്റലിസം എന്ന് പറഞ്ഞപ്പോൾ? ചെയ്തിട്ടില്ല. ഹാപ്പിയാണോ? താങ്ക് യു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതിന്റെ മേക്കിംഗ് സ്റ്റൈൽ ഇഷ്ടപ്പെട്ടു. ഒരു രക്ഷയില്ലാത്ത കോഴ്സാണ്, ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ ക്ലാസ് കണ്ടിരുന്നു, അത്രയും മനോഹരമായിട്ടാണ് ക്ലാസ് എടുക്കുക. ക്ലാസ് മൊത്തം പോസിറ്റീവ് ആയിട്ടുള്ളതാണ് കേട്ടോ. ജീവിതത്തിൽ പണം കൊടുത്ത് വാങ്ങിയതിന് മുതലായ ഒരു സാധനം കോഴ്സ് മാത്രം. ഒരു രക്ഷയല്ല, അടിപൊളിയായിട്ടാണ് സാർ പഠിപ്പിക്കുന്നത്. ഒരിക്കലും റിഗ്രറ്റ് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ കഴിക്കാൻ പോകില്ല. ഇതിന് വലിയ എക്സ്പെക്ടേഷൻ മാത്രം കൊടുത്താൽ മതി. അതുപോലത്തെ കോഴ്സ് ഞങ്ങൾക്ക് ഇത്ര ആളുകൾ ചേർന്നില്ല, അത്രയും സൂപ്പറായിട്ടുള്ള കോഴ്സായിരുന്നു. രഹസ്യങ്ങളുടെ വാതിലുകൾ ഞങ്ങൾക്ക് മുന്നിൽ തുറന്നേറുകയാണ് ചെയ്തത്. വളരെ ഈസി ആയിട്ട് 100% ഷുവർ ആയിട്ട് ഏതൊരു വ്യക്തിക്കും ഈ മെന്റലിസം എന്ന ആർട്ട് ഫോമില് പ്രാവീണ്യം. ഇതൊരു സൂപ്പർ ടൂൾ തന്നെ പറയാം. ആർക്കെങ്കിലും മെന്റലിസം കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഈ കോഴ്സിൽ നിന്ന് പഠിക്കാൻ പറ്റി. നമുക്ക് ഈ കോഴ്സ് എന്ന് പറഞ്ഞാൽ ജീവിതകാലം മൊത്തം നമ്മുടെ കൂടെ ഉണ്ടാവും. മെന്റലിസം പഠിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും ബെസ്റ്റ് കോഴ്സ് ഏതാണെന്ന് വെച്ചാൽ ഞാൻ സന്ദീപിന്റെ കോഴ്സാണെന്ന് തന്നെ പറയും. ഗുഡ് മോർണിംഗ് എവരിവൺ. ഞാൻ പറയാൻ പോകുന്നത് ആർട്ട് ഓഫ് മെന്റലിസം കോഴ്സിനെ കുറിച്ചാണ്. സന്ദീപ് സാർ അത്രയ്ക്കും ക്ലിയർ ആയിട്ടാണ് ഈ ആർട്ട് ഓഫ് മെന്റലിസം കോഴ്സ് പഠിപ്പിക്കുന്നത്. ഞാൻ ഈ ലെവൽ 2 വരെ എത്തിയതാണ്. അപ്പോഴത്തേക്കും എനിക്ക് അത്രയ്ക്കും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ചേഞ്ച് എനിക്ക് വന്നിട്ടുണ്ട്. ഇത് കൊച്ചു പിള്ളേരെ പഠിപ്പിക്കുന്നുള്ളൂ. ഇത് നമുക്ക് സാർ ഏജ് പറഞ്ഞേക്കുന്നത് 13 ആണെങ്കിലും അത്രയും കൊച്ചു പിള്ളേർക്ക് വരെ മനസ്സിലാവുന്ന രീതിയിലാണ് സാർ പറഞ്ഞത്. അടിപൊളി കോഴ്സാണ് ഗൈസ്, അടിപൊളി കോഴ്സാണ്. നമ്മൾ ഇത് പഠിച്ചിരിക്കണം. നമ്മുടെ ലൈഫിൽ ഇത് പഠിക്കുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ചേഞ്ചും എല്ലാം വരുന്നതായിരിക്കും. നമ്മുടെ ബിഹേവിയർ മാറ്റും, എല്ലാം മാറ്റും. നമ്മൾ ഈ ഡെയിലി ഒരു 20 മിനിറ്റ്സ് ഒരു യൂട്യൂബോ റീൽസോ കാണുന്നതൊന്ന് മാറ്റി വെച്ചാൽ മതി. അത്രയ്ക്ക് 1 ദിവസം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നാളെ എനിക്ക് കാണാൻ വയ്യ എന്നൊരു മടി വരുത്തിട്ടാണ് ഓട്ടോമാറ്റിക് നമ്മൾ കണ്ടുപോകും. അത്രയ്ക്ക് ഒരു ഉണ്ണിയുടെ സാർ പഠിക്കുന്നത്. ആ ഒരു പെർഫോമൻസും ട്രിക്കും എല്ലാം പഠിക്കുന്നത് അത്രയ്ക്ക് ഒരു ഉണ്ണിയുടെ. താങ്ക് യു സോ മച്ച് സാർ. എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. താങ്ക് യു സോ മച്ച്.
ഹായ്, ഞാൻ മെൻ്റലിസ്റ്റ് അരുൺ. ഞാൻ 1.5 വർഷം കൊണ്ട് മെൻ്റലിസവും സ്ട്രീറ്റ് മാജിക് എല്ലാം ചെയ്യുന്ന ആളാണ്. കേരളത്തിലുള്ള ഒരു 5 മെൻ്റലിസം അക്കാഡമിയിൽ നിന്ന് മെൻ്റലിസം കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ്. ഞാൻ കഴിഞ്ഞ മാസമാണ് സന്ദീപ് സാറിൻ്റെ ആർട്ട് ഓഫ് മെൻ്റലിസം എന്നൊരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നത്. സന്ദീപ് സാറിൻ്റെ ആർട്ട് ഓഫ് മെൻ്റലിസം കോഴ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, സന്ദീപ് സാറിൻ്റെ കോഴ്സ് എങ്ങനെയുണ്ട്, അതിനെക്കുറിച്ച് റിവ്യൂ പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ സന്ദീപ് സാറിൻ്റെ കോഴ്സിനെ കുറിച്ച് എടുത്തു പറയാനുള്ള കാര്യം, സന്ദീപ് സാറിൻ്റെ സ്റ്റൈൽ ഓഫ് പ്രസൻറ്റേഷൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സന്ദീപ് സാറിൻ്റെ ഈ കോഴ്സിനെ കുറിച്ച് ഒറ്റ വാക്കി ചോദിച്ചു കഴിഞ്ഞാൽ നോ വേർഡ്സ്. എത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരാൾക്ക് മെൻ്റലിസത്തെ കുറിച്ച് പറഞ്ഞു തരാൻ പറ്റുമെങ്കിൽ അത് സന്ദീപ് സാറിന് മാത്രമേ പറ്റുള്ളൂ. കേരളത്തിൽ വേറെ ഒരു അക്കാഡമികൾക്കും പറഞ്ഞു തരാൻ പറ്റാത്ത കാര്യങ്ങളും പഠിപ്പിച്ചു തരാൻ പറ്റാത്ത കാര്യങ്ങളും സന്ദീപ് സാർ നമുക്ക് ഈ കോഴ്സിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും സന്ദീപ് സാറിൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ സന്ദീപ് സാർ ഒരു പ്രൊഫഷണൽ മെൻ്റലിസ്റ്റ് ആക്കിയിരിക്കും. ഞാൻ ജോയിൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് കോഴ്സ് സന്ദീപ് സാറിൻ്റെ തന്നെയാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ വിശ്വനാഥൻ, മെൻ്റലിസ്റ്റ് വിശ്വനാഥൻ. സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞാൻ മെൻ്റലിസം പഠിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എനിക്ക് അത് സാധിക്കുമോ എന്നുള്ളൊരു ആശങ്ക എന്നെ അതിൽ നിന്നകത്തി. പക്ഷേ ഈ അടുത്ത് ഞാൻ നമ്മുടെ സന്ദീപ് സാറിന്റെ ഒരു ആഡ് FBയിൽ കണ്ടു. ഉടനെ ഞാൻ ആ കോഴ്സിലേക്ക് ജോയിൻ ചെയ്തു. ആദ്യത്തെ 2 ലെവൽ കൊണ്ട് തന്നെ ഞാൻ കുറെ കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കി. ഏത് പ്രായത്തിലുള്ള ആൾക്കും ലളിതമായി പഠിക്കാൻ കഴിയുന്ന രീതിയിലാണ് സന്ദീപ് സാർ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 ലെവൽ അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഒത്തിരി കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് ഞാനിനി ഈ ഫീൽഡിൽ ഉറച്ചു നിൽക്കാൻ ആഗ്രഹിക്കുകയാണ്. സന്ദീപ് സാർ, നിങ്ങളെന്നെ മെന്റലിസ്റ്റ് ആക്കി. ഹായ്, നമസ്കാരം. ഞാൻ നവീൻ ഭാസ്കർ. ഞാൻ +2 അധ്യാപകനാണ്. വളരെ യാദൃച്ഛികമായിട്ടാണ് ശ്രീ സന്ദീപ് ഫ്രാഡിയന്റെ മെന്റലിസം കോഴ്സിന് ഞാൻ ജോയിൻ ചെയ്തത്. ഇപ്പോൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് ലെവൽ 1ഉം ലെവൽ 2ഉം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. അദ്ദേഹത്തിന്റെ ക്ലാസ് ഒക്കെ വളരെ അമേസിംഗ് ആണ്, വളരെ സൂപ്പറാണ്. അദ്ദേഹത്തിന്റെ വീഡിയോസ് എല്ലാം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഒരു കൊച്ചു കുട്ടിക്ക് പോലും പഠിച്ചെടുക്കാവുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ എക്സ്പ്ലനേഷൻ. ഞാൻ എന്ത് പ്രതീക്ഷിച്ചു വന്നുവോ അതിന്റെ എത്രയോ മടങ്ങാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടിയതെന്ന് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെ എളുപ്പത്തിൽ അത് പഠിക്കാനായിട്ട് സാധിക്കും. അതിന് ഉത്തമ ഉദാഹരണം തന്നെയാണ് ഞാൻ. എനിക്കൊന്നും ഒരിക്കലും സാധിക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് സന്ദീപ് ഫ്രാഡിയൻ വളരെ എളുപ്പത്തിൽ സാധിക്കും എന്നുള്ളത് ഉറപ്പിച്ചു പറയുകയാണ് ഈ കോഴ്സിലൂടെ ചെയ്തത്. എന്തായാലും അദ്ദേഹത്തിന്റെ ഈ ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും. ഹായ്, ഐ എം ഡോക്ടർ സൈഫുദ്ദീൻ. ബേസിക്കലി ഞാൻ സന്ദീപ് സാറിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നത് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ആണ്. അതായത് എന്താണ് മെന്റലിസം എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ജിജ്ഞാസയിൽ നിന്നാണ്. അത് ഫുള്ളി സാറ്റിസ്ഫൈ ചെയ്യുന്ന രൂപത്തിലുള്ള ബേസിക് ക്ലാസ് തൊട്ട് അതിന്റെ എല്ലാ ആസ്പെക്ട് ഓഫ് മെന്റലിസവും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ എല്ലാ ക്ലാസ്സുകളും. എന്ന് മാത്രമല്ല, നമ്മളുടെ ഓഡിയൻസിനോടുള്ള ഇന്ററാക്ഷൻസ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് ഒരു സാധാരണക്കാരന് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള മെന്റലിസത്തിന്റെ ബാലപാഠം തൊട്ട് അതിന്റെ എല്ലാ ഈവൻ ഒരു പ്രൊഫഷണൽ ലെവലിലോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു വെൽ ക്രാഫ്റ്റഡ് എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ സന്ദീപ് സാറിന്റെ എല്ലാ മെന്റലിസം ക്ലാസ്സുകളും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.